തൃശൂരിൽ കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി 14 ലക്ഷം രൂപ തട്ടിയെന്ന് പരാതി. ഇന്നോവയിലെത്തിയ സംഘമാണ് യാത്രക്കാരെ ആക്രമിച്ചത്. പാലക്കാട് സ്വദേശികൾക്കാണ് പണം നഷ്ടമായത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ പ്രതികളെ തിരിച്ചറിയാനായിട്ടുണ്ടോ ഈ കാർ യാത്രക്കാർക്ക്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? രാത്രി 8:45 കൂടിയാണ് തൃശൂർ തൃപ്പയാർ കിഴക്കേ നടയിൽ പൈനത്തൂർ ആമരത്ത് കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഈ കവർച്ച നടക്കുന്നത്. പാലക്കാട് സ്വദേശികളായിട്ടുള്ള ആളുകളാണ് കവർച്ചയ്ക്ക് ഇരയായിട്ടുള്ളത്. ഇന്നോവ കാറിലെത്തിയ 8 അംഗ സംഘമാണ് മുളക് പൊടി സ്പ്രേ ചെയ്തും കാറിന്റെ ചില്ലുകൾ തകർത്തും ഈ കാറിൽ ഉണ്ടായിരുന്ന പാലക്കാട് സ്വദേശികളെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന് ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് സ്വദേശികളായ ഈ കാർ യാത്രക്കാർ എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ഇവരാരാണ്, എവിടെ വന്നു, ആരെ കാണാൻ വന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട്. തൃപ്രയാർ കിഴക്കേ നടയിൽ പൈനത്തൂർ ആമരത്ത് കുളങ്ങര ക്ഷേത്രം എന്ന് പറയുന്നത് പ്രധാന റൂട്ടിൽ നിന്നും മാറി പോക്കറ്റ് റോഡിൽ ഇച്ചിരി ഉള്ളിൽ കയറിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് ഇത്തരത്തിൽ അപരിചിതരായ ആളുകൾ എത്തിയത് എന്തിനാണെന്നുള്ള സംശയമുണ്ട്. മറ്റൊന്ന്, ഇവർ എത്തി അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു ഇന്നോവ കാർ എത്തുകയും ആക്രമണം നടത്തി മടങ്ങുകയും പണം അപഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്നോവ കാർ എവിടെ നിന്ന് വന്നു, ഈ തിരക്കൊഴിഞ്ഞ പ്രദേശത്ത് ജനവാസ മേഖലയിൽ എങ്ങനെ ഈ 2 വാഹനങ്ങൾ എത്തി എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ ആക്രമണത്തിന് ഇരയായി എന്ന് പറയുന്ന ആളുകളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. 16 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു എന്ന് പോലീസിനോട് ഇവർ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഭവമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ സംശയിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ ബഹളം വെച്ച നാട്ടുകാർ ഈ ബഹളം വെച്ച ആളുകളുടെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയും അവർ കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. വേഗത്തിൽ തന്നെ അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തുകയും ഈ പറയുന്ന ആളുകളെ, ഈ കാറിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യും അവരെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. മറ്റ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നോവ കാറിൽ രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരുടെ അന്വേഷണം പോലീസ് നടത്തുന്നത്. ദേശീയപാതയുമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ തൃപ്രയാറിലെ ഈ പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ദേശീയപാത വഴി പാസ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഇന്നോവ കാർ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇതൊരു കുഴൽപ്പണ ഇടപാടാണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി നൽകിയ ആളുകളെ, ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളെ അടക്കം പൂർണ്ണമായും വിശ്വാസത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.